നമുക്കിന്ന് ശിവരാത്രി എന്തെന്നും അതിൻ്റെ മാഹാത്മ്യം എന്തെന്നും എങ്ങനെ വ്രതം അനുഷ്ഠിക്കണമെന്നും അന്നേ ദിവസത്തെ വിശേഷാൽ പൂജകൾ എന്തെന്നും മനസ്സിലാക്കാം. ശിവപുരാണപ്രകാരം ഒരിക്കൽ ദുർവാസാവ് മഹർഷിക്ക് അതിവിശിഷ്ടമായ പാരിജാതം കൊണ്ടുണ്ടാക്കിയ ഒരു ഹാരം കിട്ടി. സന്യാസിയായ എനിക്കെന്തിനാണ് ഈ സുന്ദരമായ മാല എന്നോർത്ത് നടന്നപ്പോഴാണ് ഇന്ദ്രനെ കണ്ടത്. അദ്ദേഹം ആ മാല ഇന്ദ്രന് കൊടുത്തു. ആനപ്പുറത്തുള്ള ഇന്ദ്രൻ ഹാരമണിയുന്നതിനായി ആനയുടെ മസ്തകത്തിൽ വെച്ചു. പാരിജാത പൂക്കളുടെ ഗന്ധം കൊണ്ട് ധാരാളം വണ്ടുകൾ പെട്ടെന്ന് അവിടെ പറന്നു വന്നു. വണ്ടുകൾ വന്നു ചുറ്റിനും പറന്നപ്പോൾ ഉണ്ടായ അസ്വസ്ഥത കാരണം ഐരാവതം ആ മാല മസ്തകത്തിൽ നിന്നെടുത്ത് നേരെ തറയിലിട്ട് ചവിട്ടി അരച്ചു. ഇന്ദ്രൻ പേടിച്ചു വിറച്ചുപോയി. ക്ഷിപ്രകോപിയാണ് ദുർവാസാവ്. കോപത്താൽ ദുർവാസാവ് നീയും നിന്റെ കൂട്ടരും ജരാനരകൾ ബാധിച്ച് വൃദ്ധരായി തീരട്ടെ എന്ന് ഇന്ദ്രനെയും ദേവഗണങ്ങളെയും ശപിക്കുകയാണ്. ഇന്ദ്രൻ ദുർവാസാവിൻ്റെ കാൽക്കൽ വീണ് ക്ഷമയാചിച്ചു. മനസ്സലിഞ്ഞ് ദുർവാസാവ് പാലാഴി കടഞ്ഞു കിട്ടുന്ന അമൃത് പാനം ചെയ്താൽ ശാപമോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു. പാലാഴി കടയൽ അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രനും ദേവന്മാരും ത്രിമൂർത്തികളുടെ അരികിലെത്തി. മന്ധര പർവ്വതത്തെ കടകോലാക്കി വാസുകിയെ കയറാക്കാനും ഉപദേശം കിട്ടി. അസുരന്മാരുടെ സഹായത്തോടെ ദേവന്മാരും അസുരന്മാരും പാലാഴി മഥനം നടത്താൻ തുടങ്ങി. ഇതിനിടയിൽ വാസുകിയുടെ വായിൽ നിന്നും ഉഗ്രവിഷമായ ഹലാഹലം അഥവാ കാളകൂട വിഷം വമിച്ചു. അത്യുഗ്രമായ കാളകൂടം പ്രപഞ്ചത്തിന് സർവനാശം വിതയ്ക്കുമെന്ന് കണ്ട് ഭഗവാൻ പരമശിവൻ വിഷം ഉള്ളം കൈയിൽ സ്വീകരിച്ച് അത് സേവിച്ചു. ഇത് കണ്ട് ഭയന്ന പാർവതീദേവി ഉടൻ തന്നെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചു. നാരായണൻ വായും പൊത്തിപ്പിടിച്ചു. അങ്ങനെ ഒരു രാവും പകലും മഹാദേവൻ നിന്നു. ഈ ത്യാഗോജ്വലമായ കർമ്മത്തെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ അന്യർക്ക് വേണ്ടി കർമ്മം ചെയ്യണം എന്ന് ഇത് നമ്മളെ അനുസ്മരിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രേഷ്ഠരാകുന്നു. 1000 ഏകാദശി വ്രതത്തിനു തുല്യമാണ് അരശിവരാത്രി എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ശിവരാത്രി നോയമ്പ് അതികഠിനമാണ് എന്നാണ്. ഒരു ഭക്ഷണവും വെള്ളവും കുടിക്കാൻ പാടില്ല. നോയമ്പെടുക്കേണ്ടവർ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളി കഴിയുന്നതോടെ വ്രതം ആരംഭിക്കുന്നു. ശിവനാമങ്ങൾ ചൊല്ലി രാത്രി ഉറങ്ങാതിരിക്കണം. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷം 13-ാമത്തെ പകലും 14-ാമത്തെ രാത്രിയുമാണ് പാർവതീദേവിയും വിഷ്ണു ഭഗവാനും പരമശിവൻ്റെ അരികിൽ ജലപാനമില്ലാതെ നിൽക്കുന്നത്. പേടിച്ചു വിറച്ച് ദേവഗണങ്ങൾ നമഃശിവായ ജപിച്ച് നിൽക്കുകയാണുണ്ടായത്. അതുകൊണ്ടാണ് ശിവരാത്രി വ്രതം അതികഠിനമാകുന്നത്. അതിനാലാണ് 1000 ഏകാദശി വ്രതത്തിനു തുല്യമാണ് അരശിവരാത്രി എന്ന് പറയുന്നത്. പിറ്റേ ദിവസം കുളിച്ച് ക്ഷേത്രദർശനം നടത്തി തീർത്ഥം കുടിച്ചാണ് നോയമ്പ് വിടുന്നത്. അന്നേ ദിവസം പകൽ ഉറങ്ങാനും പാടില്ല. വ്രതമെടുക്കേണ്ട ആൾക്കാർ ചിന്തിക്കേണ്ടത് എന്തെന്നാൽ സാക്ഷാൽ പരമശിവൻ്റെ ത്യാഗോജ്വലമായ ആ പുണ്യപ്രവൃത്തി എന്നിലൂടെ നിരവധി സജ്ജനങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാൻ എനിക്ക് സാധിക്കണേ എന്ന പ്രാർത്ഥനയായിരിക്കണം. ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ നേരിടാൻ ഉള്ള മനസ്സാന്നിധ്യം നമുക്കിതിൽ നിന്നും ലഭിക്കും. ശിവൻ നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു. ശിവസ്തോത്രങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുക. ശിവസഹസ്രനാമം ചൊല്ലി കൂവളത്തില കൊണ്ട് അർച്ചന നടത്താം. അങ്ങനെ രാത്രിയെ പകലാക്കാം. ഇനി നമുക്ക് ശിവരാത്രി ദിവസത്തെ പ്രത്യേക പൂജകൾ എന്തൊക്കെ എന്ന് നോക്കാം. ശിവരാത്രി ദിവസം ശിവക്ഷേത്രങ്ങളിൽ വിശിഷ്യ 4 യാമപൂജകളുണ്ടായിരിക്കും. ഈ 4 യാമപൂജകളും വ്രതമനുഷ്ഠിച്ച് തൊഴുതു പ്രാർത്ഥിച്ചാൽ സർവൈശ്വര്യവും നന്മയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ശിവരാത്രി ദിവസം ആദ്യ യാമപൂജ വൈകുന്നേരം 6:30-നാണ്. ഈ സമയം ബ്രഹ്മാവ് ശിവനെ പൂജിക്കുന്നു എന്നാണ് വിശ്വാസം. രാത്രി 9:30-നുള്ള 2-ാമത്തെ യാമപൂജയിൽ വിഷ്ണു ഭഗവാൻ ശിവനെ പൂജിക്കുന്നു. അർദ്ധരാത്രി 12:30-നുള്ള 3-ാമത്തെ യാമപൂജയിൽ ദേവി ശിവനെ പൂജിക്കുന്നതായും രാവിലെ 3 മണിക്കുള്ള 4-ാം യാമപൂജയിൽ ദേവന്മാർ മഹർഷിമാർ തുടങ്ങിയ സമസ്തരും ഭഗവാനെ പൂജിക്കുന്നതായും കണക്കാക്കുന്നു. ഈ 4 പൂജകളിലും പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ സമസ്ത ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്നാണ് വിശ്വാസം. വിധിപ്രകാരം ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ ആഗ്രഹ സാഫല്യമാണ് ഫലം. അനുഭവവും അങ്ങനെ തന്നെ.